പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവേശം. നെല്ല് സംഭരണത്തിൽ ഇടതുമുന്നണി നേതാവിന്റെ മകന്റെ നേതൃത്വത്തിൽ കോടികളുടെ അഴിമതി നടത്തുന്നുവെന്ന ആരോപണവുമായി NDA പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. രജിസ്റ്റർ ചെയ്ത ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമിയിൽ നിന്ന് നെല്ല് സംഭരിച്ചതായി കണക്ക് കാണിച്ചാണ് അഴിമതി നടത്തുന്നത്. ഇടത് സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണ്. പാലക്കാട് വ്യാജ വോട്ടുകൾ ചേർക്കുന്നു എന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്തായാലും ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ കയറിയുള്ള ഗൃഹസമ്പർക്കത്തിലാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇത്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. ഏത് രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? പ്രചാരണത്തിൻ്റെ അഞ്ചാം ഘട്ടവും ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീടുകൾ കയറിയിട്ട് സ്ഥാനാർത്ഥി നേരിട്ട് വീടുകൾ കയറിയിട്ടുള്ള പ്രചരണമാണ്. കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ സ്ക്വാഡ് പ്രവർത്തനവും 5ാം റൗണ്ട് സ്ക്വാഡുകൾ വീട് കയറിയിട്ടുള്ള പ്രചരണവും നടന്നുകൊണ്ടിരിക്കുക. വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ്. രണ്ട് മുന്നണികളും വലിയ പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് ഓരോ വിവാദങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ അഴിച്ചുവിടുക. ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലെല്ലാം വ്യാപകമായിട്ട് രണ്ട് മുന്നണികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർത്തലും BJPക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ, വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ പരാജയം മുൻകൂട്ടി സമ്മതിക്കുന്ന രീതിയിലാണ്. BJPയുടെ ഒരു കൗൺസിലർ കഴിഞ്ഞ ദിവസം തങ്ങളുടെ 16ഓളം വോട്ടുകൾ ഒരു വാർഡിൽ നിന്ന് തള്ളി, അതായത് താമസം മാറിപ്പോയതൊന്നുമല്ല, തള്ളിയിട്ടുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. BJPക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഓരോ ബൂത്തുകളിലും 15ഉം 20ഉം വോട്ടുകൾ വളരെ ആസൂത്രിതമായിട്ട് അവർ വോട്ടർമാരെ അപേക്ഷ സമർപ്പിക്കാതെ കാലാകാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ, 25ഉം 30ഉം വർഷമായിട്ട് താമസിക്കുന്ന ആളുകൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾ, ഇത് യാതൊരു വിധത്തിലുള്ള ഫീൽഡ് എൻക്വയറി നടത്താതെ അവരുടെ ഒരു അപേക്ഷ പോലും ലഭിക്കാതെയാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിൻ്റെ അനക്ഷറിലാണ് ഇത് ഒഴിവാക്കിയതായിട്ട് വരുന്നത്. അപ്പോൾ കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാൾ അന്തിമ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് പ്രതീക്ഷിക്കും. അപ്പോഴാണ് അനക്ഷറിൽ ഇവരെ ഒഴിവാക്കിയിട്ടുള്ളത് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നതാണ്. ഇതിൻ്റെ ജില്ലയിലെ ചുമതല വഹിക്കുന്ന ജില്ലാ കലക്ടറാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഡബിൾ വോട്ട് സംബന്ധിച്ച് അതിൻ്റെ ലിസ്റ്റ്, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് പ്രിൻ്റ് ഔട്ടും അതുപോലത്തെ പെൻഡ്രൈവും നൽകിയിരുന്നു. ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചില്ല, ജില്ലാ കലക്ടർ സ്വീകരിച്ചില്ല. അവർ പറഞ്ഞത് അത്തരത്തിലൊരു സംഭവമേ ഇല്ലെന്ന്. ഇപ്പോൾ ഡബിൾ വോട്ടിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, അന്ന് എതിർത്ത രണ്ട് മുന്നണികളും ഇപ്പോൾ ഡബിൾ വോട്ടിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുക. മറ്റൊന്ന്, ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ തന്നെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് എന്താണ് അതിന്റെ അടിസ്ഥാനം, അഴിമതി ആരോപണത്തിന് പിന്നിൽ? അല്ല, രജിസ്റ്റർ ചെയ്ത നെല്ലിൻ്റെ ഏരിയ ഉണ്ടല്ലോ, നെൽപ്പാടങ്ങളുടെ ഏരിയയും സംഭരിച്ച ഏരിയയും തമ്മിൽ വലിയ അന്തരം. സാധാരണ എത്ര ഏരിയയിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ രജിസ്റ്റർ ചെയ്തോ അതിനേക്കാൾ 10-20% കുറവായിട്ടാണ് സംഭരിക്കാൻ കഴിയുക. കാരണം പല കർഷകരും രജിസ്റ്റർ ചെയ്താലും അവർ നെല്ല് സപ്ലൈകോവിന് കൊടുക്കാൻ തയ്യാറാവില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തതിനെക്കാട്ടും 10-15% അധികം ഏരിയയിൽ നിന്ന് ഹെക്ടറിന് നെല്ല് സംഭരിച്ചതായിട്ടാണ്. അത് ഏകദേശം ഒരു 60,000 തൊട്ട് 90,000 വരെ ഏക്കർ സ്ഥലത്തു നിന്നാണ് നെല്ല് സംഭരിച്ചതായിട്ട്, അഡീഷണലായിട്ട് നെല്ല് സംഭരിച്ചതായിട്ട് കാണുന്നത്. അപ്പോൾ 90,000 ഏക്കർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഏക്കറിന് സർക്കാർ കണക്ക് പ്രകാരം തന്നെ 2,000 കിലോ, 2,200 കിലോ ആണ്. കോടികൾ, 400-500 കോടി രൂപയുടെ അഴിമതിയാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇതിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത്. ഈ സംഭരിച്ചതായിട്ട് നമുക്ക് നെല്ല് കാണിക്കേണ്ടതില്ലേ? ആ നെല്ല് എവിടെ നിന്ന് വരുന്നു, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും? ഇല്ലാത്ത കൃഷി ചെയ്യാത്ത കർഷകന്റെ പേരിൽ വ്യാജമായിട്ട് കർഷകന്റെ പേരിൽ നെല്ല് സംഭരിക്കുകയാണ്. ഇല്ലാത്ത നെൽകൃഷി ചെയ്യാത്ത കർഷകന്റെ പേരിലെല്ലാം ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി നെല്ല് സംഭരിക്കുന്ന രീതിയിലാണ്. എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ, ഭരണപക്ഷത്തിന്റെ പ്രമുഖ ഘടകകക്ഷിയുടെ മുൻ സംസ്ഥാന നേതാവിന്റെ മോനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ നെല്ല് സംഭരണ സമയത്ത് ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചാണ്. വിജിലൻസിന്റെ റിപ്പോർട്ട്, സർക്കാർ നിയോഗിച്ച ഓപ്പറേഷൻ ബൗൾ എന്നുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ സർക്കാർ ഒരു തുടർ നടപടി എടുത്തില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചോളം തുടർ നടപടി എടുക്കാൻ കഴിയില്ല. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു ഉന്നത നേതാവിന്റെ മകനാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. അയാളെ മുൾമുനയിൽ നിർത്തുകയാണ്. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കെതിരായിട്ടും CPIക്ക് ഇന്ന് പറയാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ്. സംസ്ഥാന സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്നാണോ? അതെ, സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സംഭരണ വില കൊടുക്കുന്നില്ല.
400-500 കോടി രൂപ സർക്കാർ ഖജനാവെന്ന് ചോരിയാണ് ഓരോ വർഷവും. അപ്പോൾ ആ വില, സംഭരണ വില കുറയ്ക്കുകയാണ്, സംസ്ഥാന വീതം കുറയ്ക്കുകയാണ്. ഈ കൊള്ളയടി നിർത്തി ആ കൊള്ളയടിക്കുന്ന പൈസ കർഷകന് കൊടുത്താൽ അവൻ്റെ സംഭരണ വില ഇന്ന് 28 രൂപ 20 പൈസ ആയിരുന്നത് അത് 35 രൂപയായി കൊടുക്കാൻ സർക്കാരിന് ഒരു വിഷമവുമില്ല. ഈ കൊള്ളയുള്ളതുകൊണ്ടാണ് സംഭരണ വില ഉയർത്താൻ സർക്കാരിന് കഴിയാതെ വരുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും കർഷകരുടെ ഇടയിൽ ഇത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഒരുപാട് കാര്യങ്ങളാണ് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഗൃഹസമ്പർക്കം നടക്കുന്നതിനൊപ്പം തന്നെ വലിയൊരു അഴിമതിയാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിപ്പെട്ടിരുന്നെങ്കിലും അതിനൊന്നും നടപടിയായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഘടകകക്ഷിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുന്നണിയായിട്ടുള്ള CPIയുടെ നേതാവിന്റെ മകനാണ് ഇത്തരത്തിൽ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, ജനം, പാലക്കാട്.